പക്ഷേ സമാധാനത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ സമാധാനം ഉണ്ടാകണം, യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്നൊക്കെ ഇപ്പോൾ വലിയ അഡ്വക്കസി പറയുന്ന ആളുകളോട് ഈ വീടുകളിലുണ്ടായ മുറിവിന് 26 മനുഷ്യജീവനുകളുടെ അവരുടെ കുടുംബങ്ങളിൽ വീണ മുറിവിന് നിങ്ങൾ സമാധാനം പറഞ്ഞുകൊണ്ടിരുന്നാൽ അവർക്ക് സമാധാനമാകുമോ എന്നുള്ളതാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് യുദ്ധം വരുന്നതുവരെ, മിസൈൽ വരുന്നതുവരെ നിങ്ങൾക്കിതൊന്നും മനസ്സിലാകില്ല എന്ന് പറയുന്നവർ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ വീട്ടിൽ ഒരാൾ നിങ്ങളുടെ കൺമുന്നിൽ പോയിന്റ് ബ്ലാങ്കിൽ ഭീകരവാദിയാൽ കൊല്ലപ്പെടുമ്പോഴും നിങ്ങൾ ഇത് പറയുമോ എന്നുള്ളതാണ്. അങ്ങനെ മറുപടി പറയുന്നവരോടുള്ള എൻ്റെ ചോദ്യം. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സംവിധാനങ്ങളെല്ലാം ശക്തമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ചുരുക്കത്തിൽ. പക്ഷേ ഇന്നത്തെ രാത്രി നിർണായകമാണ് ഉണ്ണി ബാലകൃഷ്ണൻ. ഈ ദിവസം ഇന്ന് രാത്രിയിൽ നമ്മളെല്ലാവരും, അതുപോലെ മാധ്യമപ്രവർത്തകരാണെങ്കിലും ശരി, എല്ലാവരും അലേർട്ടാണ്. ഇന്നലെ യഥാർത്ഥത്തിൽ പൂരം വെടിക്കെട്ടിന് വേണ്ടിയാണ് നമ്മൾ ഒരുങ്ങിയിരുന്നത്. ഇന്നലെ 2 മണി മുതൽ തന്നെ നമ്മളുടെ വാർത്താസംഘം പൂർണ്ണ സജ്ജമായി ലൈവിലേക്ക് വരാനുള്ള കാരണം തൃശ്ശൂർ പൂരത്തിൻ്റെ ലൈവ് കൊടുക്കാൻ വേണ്ടി ഇരുന്ന നമ്മളാണ്. പക്ഷേ മറ്റൊരു വെടിക്കെട്ടിൻ്റെ വാർത്തയാണ് നമുക്ക് കൊടുക്കേണ്ടി വന്നത്, അല്ലേ? അപ്പോൾ ഇന്നത്തെ രാത്രിയും നിർണായകമാണ്, വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ എല്ലാവരും അലേർട്ടായിരിക്കും.